പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം KSRTC ജീവനക്കാർക്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഇനി മുതൽ വായ്പകൾ ലഭ്യമല്ല. നല്ല കാര്യമാണ്. കാര്യം കേൾക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാകും. കാര്യം ഇതുപോലെ അധപ്പതിച്ചു പോയ ഒരു വർഗം ഇന്ത്യൻ സമൂഹത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അതിൻ്റെ കെടുകാര്യസ്ഥതയുടെ ആശാന്മാർ നമ്മുടെ മേലാളന്മാരാണ് എന്നറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. കാരണം അതിന് കണ്ടെത്തിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KSRTC ജീവനക്കാരിൽ നിന്നും റിക്കവറി ചെയ്ത തുകകൾ യഥാസമയത്ത് സ്ഥാപനങ്ങളിൽ അടയ്ക്കാത്തത് വരുന്നത് കൊണ്ട് അവർക്ക് ഭീമമായ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് അവർ കോടതിയെ സമീപിച്ചപ്പോൾ ഇനി മുതൽ KSRTC ജീവനക്കാരന് കൊടുക്കണ്ട, KSRTC ഈ റിക്കവറി നടത്തണ്ട എന്നുള്ള തീരുമാനമുണ്ടായി. അപ്പോൾ KSRTC നടത്തണ്ട എന്നുള്ള തീരുമാനം ഉണ്ടായപ്പോഴത്തേക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഒരു പിൻവലിച്ചു. കാര്യം ജീവനക്കാരൻ ഒരു കാരണവശാലും രക്ഷപ്പെട്ടു പോകരുത്, അവൻ്റെ കുട്ടികൾ വളരരുത്, ജീവിക്കരുത്, നശിച്ച് മുരടിച്ച് പോകണം എന്നുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് അത് സംഭവിച്ചത്. നേരെ മറിച്ച് ഇതിനു മുമ്പും പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഈ പ്രസ്ഥാനത്തിനെ മുന്നോട്ട് നയിച്ച ഒരുപാട് ആളുകളുണ്ട്. അന്നൊന്നും ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിലവിൽ NPSൻ്റെയോ റിക്കവറി ചെയ്ത പണമോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് KSRTC ജീവനക്കാർക്ക് തരാനുള്ള അവൻ്റെ അധ്വാനത്തിൻ്റെ, അവൻ്റെ ചോരയുടെ പണം നിങ്ങൾ കൊടുക്കുന്നില്ല എന്നറിയുമ്പോൾ ഒരു കാര്യം പൊതുജനങ്ങൾ കൂടി അറിയണം. കാര്യം ഇവിടുത്തെ ജീവനക്കാരെ ഇവർ എന്തെങ്കിലുമൊക്കെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുമ്പോൾ KSRTCയുടെ മാനത്തിന്, അഭിമാനത്തിന് കളങ്കം വരുത്തി എന്നുള്ള രീതിയിലാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജീവനക്കാരൻ KSRTCയുടെ മാനം കെടുത്തി എന്നുള്ളതാണ് ഇവരുടെ വാദം. പക്ഷേ ഇവിടെ ഈ മാനമില്ലാത്ത ഒരു പ്രസ്ഥാനം ആയി മാറി അല്ലെങ്കിൽ മാറ്റി എന്നുള്ളതാണ് വസ്തുത. കാര്യം നിങ്ങൾ ഒരാളോട് 100 രൂപ കടം ചോദിക്കുമ്പോൾ അയാൾ സന്തോഷത്തോടെ തരുന്നെങ്കിൽ അത് നിങ്ങളിലുള്ള വിശ്വാസമാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ കടം ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിങ്ങൾക്ക് കടം തരില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കടം തരില്ല, ഇങ്ങനെ പറഞ്ഞാൽ ഇവിടെ ആർക്കാണ് കളങ്കം അനുഭവപ്പെട്ടത്? ആരാണ് ഉത്തരവാദി? നിങ്ങൾ തന്നെയല്ലേ ഉത്തരവാദി. നിങ്ങൾ തന്നെയാണ് പൊതുസമൂഹത്തോടും ജീവനക്കാരോടും യാതൊരു പ്രതിബദ്ധതയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഒരു ധനകാര്യ സ്ഥാപനത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ 10 പൈസ കിട്ടിയില്ലെങ്കിൽ എന്തിനാണ് സാർ ഈ പ്രസ്ഥാനം നിങ്ങൾ കൊണ്ടു നടക്കുന്നത്? ഇത് പൂട്ടിക്കളയുന്നത് നല്ലത്. ഒരു കാരണവശാലും ഇതുകൊണ്ട് മുന്നോട്ട് പോകരുത്. കാരണം ഇവിടെ പട്ടിണിക്കാരൻ ഇതിനകത്ത് വന്ന് പെട്ടുപോയ ആളുകൾ ഒരു നേരത്തെ ആഹാരത്തിനോ വിദ്യാഭ്യാസത്തിനോ അവൻ്റെ മക്കളുടെയോ അവൻ്റെ ഭാര്യയുടെ കുഞ്ഞുങ്ങളുടെയോ മരുന്നിനോ മറ്റു കാര്യത്തിനോ ഒരു ബാങ്കിൽ ചെന്ന് ഒരു സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് പൈസ ചോദിക്കുമ്പോൾ പറയുന്നു നിങ്ങൾ ഈ രാജ്യത്തെ പൗരന്മാരല്ല. സാർ ഇവിടെ ലോണുകൾ വിളിച്ചു കൊടുക്കുകയാണ്. പല ധനകാര്യ സ്ഥാപനങ്ങളും ലോണുകൾ വിളിച്ചു കൊടുക്കുകയാണ്. വ്യക്തിഗത ലോണുകൾ, പേഴ്സണൽ ലോണുകൾ വിളിച്ചു കൊടുക്കുകയാണ്. കൃഷിക്കാർക്ക് പോലും ഉണ്ട് സാർ, കൂലിപ്പണിക്കാർക്കുണ്ട് സാർ. പക്ഷെ KSRTCയിലെ ജീവനക്കാരന് ഇനി മുതൽ ലോൺ അനുവദിക്കുന്നതല്ല. ആരാണ് സാർ കളങ്കം? നിങ്ങളാണോ? അതോ KSRTCയിൽ എല്ലാം മുറുകെ പണിയെടുത്ത് ചോര വിയർപ്പാക്കി മാറ്റിയ ജീവനക്കാരാണോ സാർ കളങ്കം? നിങ്ങളല്ലേ സാർ കളങ്കം. ഈ കളങ്കം എന്നാണ് മാറ്റാൻ കഴിയുക? നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ പ്രസ്ഥാനം നിർത്തിപ്പോകൂ സാർ. അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിനകത്ത് വന്നു പെട്ടുപോയത് കൊണ്ടാണ്. വളരെ കഷ്ടമാണ് സാർ. Thank you.